സതീശൻ മുഖ്യമന്ത്രിയായി. അടുത്ത ചോദ്യം വരുന്നു, ആരൊക്കെയായിരിക്കും മന്ത്രിമാർ എന്നുള്ളത്. ഈ മന്ത്രിസഭയിൽ ആരൊക്കെയായിരിക്കും സർ മന്ത്രി? ഈ വളരെ നല്ല സാധ്യതയുള്ളതിൽ ഇപ്പോൾ കെ മുരളീധരൻ മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം അവിടെ പോയിട്ട് വി ഡി സതീശൻ്റെ പേര് നിർദ്ദേശിച്ച ആളുകളുടെ ഒരാൾ കെ മുരളീധരനാണ്. മാത്രമല്ല മുരളീധരൻ മന്ത്രിയാവാതിരിക്കാൻ പറ്റൂല. കാരണം ഒരുപാട് കാലമായി പുള്ളി മന്ത്രിയായിട്ട്. പണ്ട് പുള്ളി വിദ്യുച്ഛക്തി വകുപ്പിൻ്റെയൊക്കെ മന്ത്രിയായിരുന്നു. അങ്ങനെ പുള്ളി വടക്കാഞ്ചേരി പോയിട്ട് ഇലക്ഷൻ മത്സരിച്ച് അവിടെ തോറ്റുപോയി. അവിടെ ഒരു മന്ത്രിസ്ഥാനം പോയി. കാരണം പണ്ട് പുള്ളി എ.കെ.നെ പറ്റിച്ചത് അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് പുള്ളി അവിടെ പോയിട്ട് മത്സരിച്ചത്. അപ്പോൾ അതേപോലെ അതുകൊണ്ട് കെ മുരളീധരന് വീണ്ടും മന്ത്രിയാവണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഇപ്രാവശ്യം നിറവേറ്റി കൊടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങനെ വന്നാൽ കെ മുരളീധരൻ മന്ത്രിയാവും. അതുപോലെ വലിയ സാധ്യതയുള്ള ആളാണ് ആറന്മുളയിൽ നിന്ന് ഇവരെ തോൽപ്പിച്ചിട്ടുള്ള വീണ ജോർജിനെ തോൽപ്പിച്ച അബിൻ വർക്കി മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. അതിന് പല കാരണമുണ്ട്. ഒന്ന് ചെറുപ്പക്കാരനാണ്, ക്രിസ്ത്യാനിയാണ്, ഇതെല്ലാം പ്രാധാന്യമുണ്ടേ. വളരെ പ്രായം കുറഞ്ഞാണ്. മാത്രമല്ല പുള്ളി യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലേ, അതിന്റെ ഭാരവാഹിക്കാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം വേറെ ചില ആളുകളെ ഒതുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ചേർത്ത് വരുന്ന സമയത്ത് അബിൻ വർക്കിക്ക് ഈ മന്ത്രിസഭയിൽ നല്ല സാധ്യതയുണ്ട്. മൂന്നാമത്തെ ബിന്ദു കൃഷിക്ക് നല്ല സാധ്യതയുണ്ട്. സ്ത്രീകൾ വലിയ വിഷയമാണ്. കാര്യം ഇപ്പൊ ആരോഗ്യവകുപ്പ് നോക്കണമെങ്കിൽ വേറെ മന്ത്രി ഉണ്ടാവുക. ദീർഘകാലമായിട്ട് ആരോഗ്യവകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. അത് ശൈലജ ടീച്ചർ ആയാലും കൊള്ളാം, വീണ ജോർജ് ആയാലും കൊള്ളാം, ശ്രീമതി ടീച്ചറെ ആണെങ്കിലും കൊള്ളാം. ഈ പറയുന്ന ടീച്ചർമാരൊക്കെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിമാരാ. അപ്പൊ അങ്ങനെയുള്ളൊരു മന്ത്രിയായിട്ട് ഒരു വനിതയെ വേണമെന്നുള്ള ആഗ്രഹം, വനിതയും അതുപോലെ തന്നെ ശിശുപരിപാലനവും കൂടി ചേർന്നിട്ട് ഇവരെ വേണ്ടി ഏൽപ്പിക്കാം. അങ്ങനെ ഒരു സമയത്ത് ബിന്ദു കൃഷിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഷാനിമോൾ ഉസ്മാന് കിട്ടാം. അവർക്ക് കുറച്ചും കൂടി വേറെ വകുപ്പണി കിട്ടാം. അല്ല, അതിന് വേറെ സംഗതികൾ. ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടും. ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടുന്ന കൂടാണ്ട് മുസ്ലിം ലീഗ് വേറെ ആവശ്യം പറയും, കോൺഗ്രസിൽ നിന്നുള്ള മുസ്ലിങ്ങൾ മന്ത്രിയാവണം. അത് വലിയ ഘടകം. അത് കോൺഗ്രസിൽ ആരൊക്കെ ഉണ്ടെന്ന് ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസിൽ ആരൊക്കെയോ മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകൾ കോൺഗ്രസിൽ MLA-മാരുണ്ട്. ആ കൂട്ടത്തിൽ ഷാനിമോൾ ഉസ്മാൻ വളരെ സാധ്യതയുണ്ട്. കാരണം വനിതകൾ ഒരിക്കലും ലീഗുകാർ മന്ത്രിയാക്കൂല. അപ്പോൾ ഒരു വനിത, ഒരു മുസ്ലിമായിരിക്കുന്ന വനിത മുഖ്യമന്ത്രിയാണെങ്കിൽ മന്ത്രിയാവണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലായിക്കോട്ടെ. അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ആവാം. ഉപമുഖ്യമന്ത്രി സ്ഥാനം കുഞ്ഞാലിക്കുട്ടിക്കല്ലേ? അത് ഉറപ്പല്ലേ? അത് കുഞ്ഞാലിക്കുട്ടിക്കാണ്. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഈ കിടന്ന് മുഖ്യമന്ത്രി ആകണം എന്നുള്ള, ഇന്നാളാകണം എന്ന് വാശി പിടിക്കാൻ കാരണം, ഞാൻ ഉപമുഖ്യമന്ത്രിയാണ്, ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്, എൻ്റെ കൂടെയുള്ള ആൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, എൻ്റെ കൂടെ തന്നെയുള്ള വേറെ ആൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ ഏകദേശം 60% വരുന്ന തുക കൈകാര്യം ചെയ്യുന്ന ഈ 3-4 ഡിപ്പാർട്ട്മെൻറ്റ് ചേർന്നിട്ടാണ്. അപ്പോൾ ആ വകുപ്പെല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടി സ്വന്താക്കും. അത് സംശയമൊന്നുമില്ല. അത് കുഞ്ഞാലിക്കുട്ടിയുടെ വലിയ അങ്ങനെയോട് താല്പര്യമുള്ള ഒരു പറ്റാളുകൾ ലീഗിനകത്തുണ്ട്. അവരും കൂടി പിടിച്ചിട്ട് അദ്ദേഹം മന്ത്രിയാക്കും. അതിന് വളരെ രസകരമായിട്ടുള്ള പണ്ട് പണി ഒരാൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പണ്ട് അടിയോടി സാർ, KG അടിയോടി സാറിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാ. കേരളത്തിൽ എല്ലാവർക്കും മന്ത്രിസ്ഥാനം കിട്ടി. മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുള്ള ആളുകൾ കൂടി ബാബയ്ക്ക് തങ്ങളെ കാണാൻ വേണ്ടി ചെന്ന്. അപ്പോൾ തങ്ങൾ ചോദിച്ച് ആർക്കൊക്കെ എന്തൊക്കെ സ്ഥാനം കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ CH മുഹമ്മദ് കോയക്ക് ഒരു വകുപ്പ് കിട്ടി, കുരിക്കുള്ള വേറെ വകുപ്പ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ചാക്കിരി അഹമ്മദ് കുട്ടിയാണ്. അപ്പോൾ ഓനെന്താ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓന് കിട്ടിയത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ മഹാരസികനാണ്. തങ്ങൾ പറഞ്ഞ് ഓ നന്നായിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. എല്ലാവരും ചോദിച്ചു, അല്ല ഓനില്ലാത്ത ഓന് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചാക്കിരി അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസമില്ലാത്ത ആളെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കിയതിൻ്റെ പാരമ്പര്യം കേരളത്തിലുണ്ട്. കാരണം ആകെ ഒറ്റ കണ്ടീഷനുള്ളൂ. ഇത്തവണ ഇനിയിപ്പോൾ അതൊക്കെ പറ്റുമെന്നറിയില്ല. ഏതാണെങ്കിലും വളരെ സാധ്യത കൂടുതൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുള്ള എല്ലാ വകുപ്പുകളിലും ലീഗിന് പോകാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് കോൺഗ്രസ്സിൽ കുറച്ച് ആളുകൾ കൊണ്ടുവരണം. പ്രായാധിക്യമുള്ള കെ മുരളീധരനെ പോലെ ചില ആളുകൾ കൊണ്ടുവരും. അത് കഴിഞ്ഞ് യുവാക്കന്മാരിൽ അബിൻ വർക്കിയെ പോലെ ചില ആളുകൾ കൊണ്ടുവരും. വനിതകളിൽ ബിന്ദു കൃഷിയെ പോലെ ആളുകൾ കൊണ്ടുവരും. മുസ്ലിം വനിതാ പ്രാതിനിധ്യത്തിന് ഷാനിമോൾ ഉസ്മാനെ വേണമെങ്കിൽ കൊണ്ടുവരാം. പിന്നെ മലബാറിൻ്റെ പ്രാധാന്യം ആവശ്യമാണ്. അവിടെ വേണമെങ്കിൽ VT ബലറാമിന് വേണമെങ്കിൽ മന്ത്രിയാവാം. അങ്കമാലിലെ എന്തായാലും പേര് അങ്കമാലി MLA ഉണ്ട്, ടിയാൻ വേണമെങ്കിൽ മന്ത്രിയാവാം. നേരത്തെ മന്ത്രിയാവാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ചില ആളുകളുണ്ട്. അതിലൊന്നും മൂവാറ്റുപുഴയിലുള്ള MLA ആയിരിക്കുന്ന മാത്യു കുഴൽനാടനാണ്. കഴിഞ്ഞ നിയമസഭയിൽ അത്യാവശ്യം തിളങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷെ മന്ത്രിയാവാൻ സാധ്യത കുറവാണ്. ഏത് തരത്തിലാണോ 2000 അന്ന് VS ഇദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്കകത്ത് VD സതീശനുണ്ടായിട്ടുള്ള അനുഭവം, അതേ അനുഭവമാണ് മാത്യു കുഴൽനാടൻ ഉണ്ടാവുക. ഈ ഉമ്മൻചാണ്ടി ആൾ മഹാവീരനായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കി. ആ മന്ത്രിസഭ ഉണ്ടായ സമയത്ത് സതീശനോട് പറഞ്ഞു വേണത്താൻ വേണമെങ്കിൽ സ്പീക്കർ ആയിക്കൊള്ളാൻ പറഞ്ഞു, മന്ത്രിസ്ഥാനം കൊടുക്കൂല എന്ന് പറഞ്ഞു. സമാനമായിട്ടുള്ള സ്വഭാവം മാത്യു കുഴൽനാടനോട് ഇന്ന് ഈ കേരള മന്ത്രിസഭ എടുത്താൽ, VD സതീശൻ എടുത്താൽ അത്ഭുതത്തിന് അവകാശമില്ല. അതിന് വളരെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഒരു സമയത്ത് ഒരാളെ സ്പീക്കറാക്കണം. ആ സ്പീക്കർ ആരെയാക്കുക? അതൊരിക്കലും വളരെ പ്രായമുള്ള
തിരുവഞ്ചൂർ രാധാകൃഷ്ണനാക്കാൻ പറ്റൂല, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കണം. ശക്തൻ നാടാർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കുന്ന സമയത്ത് പിന്നെ സാധ്യത കൽപ്പിക്കപ്പെടാൻ എന്നത് മാത്യു കുഴൽനാടന് വേണമെങ്കിൽ സ്പീക്കറാവാം. നിയമപരിജ്ഞാനമുണ്ട്, നിയമകാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം ഇവരുടെയൊക്കെ ആണെങ്കിൽ രാജേഷിന് ശേഷം നമ്മുടെ തലശ്ശേരി MLA-ക്കാണ് ആ സ്ഥാനം വഹിച്ചത്. അപ്പോൾ അവരൊക്കെ വഹിച്ച സ്ഥാനത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ വളരെ മിടുമിടുക്കനായിരിക്കുന്ന ഒരാൾ, നിരവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആൾ, നന്നായിട്ട് വിഷയങ്ങൾ പറയുന്ന ആൾ, നിയമപരിജ്ഞാനമുള്ള ആൾ, ആ നിലയ്ക്ക് മാത്യു കുഴൽനാടന് മൂവാറ്റുപുഴയിൽ നിന്നുള്ള MLA ആണ്. വളരെ മിടുക്കനാണ്. മുസ്ലിം ലീഗിനെ ചീത്ത പറയുന്ന ആളാണ്. അതുകൊണ്ട് ലീഗിന് താല്പര്യമില്ല, ലീഗ് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടെന്ന് പറയും. അതുകൊണ്ട് മാത്യു കുഴൽനാടന് കിട്ടാൻ സാധ്യതയുള്ളത് ഇവിടെ സ്പീക്കർ സ്ഥാനത്തിന് വളരെ സാധ്യതയുണ്ട്. ആ സ്പീക്കർമാർ മിക്കവാറുള്ള ഗതികേടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറെ സ്പീക്കർമാരും അടുത്ത ഇലക്ഷൻ തോറ്റുപോകും. കാരണം അവരുടെ നിയോജകമണ്ഡലത്തിൽ ഒരു ഡെവലപ്മെൻറ്റും നടക്കില്ല. കാരണം സ്പീക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന് ഉപരിയാണല്ലോ. ഇത്തവണ MP രാജേഷ് തോറ്റുപോയുടെ ഷമീറിന് സീറ്റ് കിട്ടിയില്ല, ഷംസീറിന് സീറ്റ് കിട്ടിയില്ല. ഇതൊക്കെയാണ് അവസ്ഥ. അങ്ങനെ സ്പീക്കർമാർക്ക് തോക്കാനുള്ള സാധ്യതയുള്ളതിൻ്റെ പേരിൽ മാത്യു കുഴൽനാടന് സ്പീക്കറായി കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റൊരു വലിയ സാധ്യത ഉണ്ടായിരുന്ന ആൾ എറണാകുളത്തെ വിനോദാണ്. ലത്തീൻ കത്തോലിക്കരുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ കയറിക്കൂടാൻ സാധ്യതയുണ്ട്. അത് അവിടുത്തെ MP-ക്കും കുറേ താല്പര്യമുള്ളതാണ്, ഹൈബീഡിനും താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ വരൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അതിനേക്കാൾ സാധ്യത കൂടുതൽ വരുന്നത് DCC പ്രസിഡന്റാണ്, മുഹമ്മദ് ഷിയാസിനാണ്. ഷിയാസിന് സാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹത്തിന് VD സതീശന് വേണ്ടിയിട്ട് ആദ്യം സംസാരിച്ചത് മുഹമ്മദ് ഷമീറാണ്, ഷിയാസാണ്. ആ ഷിയാസാണ് ആദ്യം പറഞ്ഞത്. കാരണം എറണാകുളം ജില്ലയ്ക്കൊരു മുഖ്യമന്ത്രി വന്നിട്ടില്ല, എറണാകുളം ജില്ലക്കാരൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ആദ്യമായിട്ട് സംസാരിച്ചത് മുഹമ്മദ് ഷിയാസാണ്. അതുകൊണ്ട് ഷിയാസിന് മന്ത്രിസ്ഥാനത്തിന് സാധ്യതയുണ്ട്. പക്ഷേ വിനോദിനില്ല. പക്ഷേ വിനോദിന് പകരമായിട്ട് വേണമെങ്കിൽ അവിടുന്ന് വിൻസെൻറ്റോ ആരെങ്കിലൊക്കെ ഏതെങ്കിലും പള്ളി നിർദ്ദേശിക്കുന്ന വേറെ ആളെ ആക്കിയാൽ മതി. മാത്രമല്ല അഭിനോർക്കി ക്രിസ്ത്യാനിയാണ്. എനിക്ക് അഭിനോർക്കയുടെ ഗ്രൂപ്പ് എനിക്കതെന്നറിയില്ല, മാർത്തോമയാണോ ലത്തീനാണോ സുറിയാനിയാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഏത് ജാതിയാണെങ്കിലും ആ പറയുന്ന ചിലർക്ക് കിട്ടാൻ സാധ്യത. അങ്ങനെ ഒരു സമയത്ത് ചെന്നിത്തലയുടെ കൂടെ നിന്ന് അവസാന നിമിഷം വരെ നിൽക്കുന്ന ഇദ്ദേഹത്തിന് TJ വിനോദിന് മന്ത്രിസ്ഥാനത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഘടകകക്ഷികൾ സ്വാഭാവികമായിട്ട് പലർക്കും കിട്ടും. ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിലും അനൂപ് ആൻ്റിക്ക് മന്ത്രിസ്ഥാനത്തിന് സാധ്യതയുണ്ട്. PJ ജോസഫിൻ്റെ മകനായതിൻ്റെ പേരിൽ അബുവിന് ആ മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ CP ജോണിന് മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലർക്കും മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. അനൂപ് ജേക്കബിന് കിട്ടും, സ്വാഭാവികമായിട്ട് കിട്ടും. രജിസ്ട്രേഷനോ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് ഒക്കെ സ്ഥിരമായിട്ട് പുള്ളി അതൊന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ കുടുംബപരമായിട്ട് എങ്ങനെയാ? അയാളുടെ അച്ഛന് നല്ല പരിചയമുണ്ട്. അയാളുടെ അച്ഛൻ പിന്നെ പണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടി ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല പരിചയമുണ്ട്. അങ്ങനെ കുടുംബപരമായിട്ട് നല്ല പാരമ്പര്യമുള്ള അനൂപ് ജേക്കബിന് സ്വാഭാവികമായിട്ട് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്ന അതേ വകുപ്പുകൾ അതിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷിബു ബേബി ജോണിന് ചിലപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടാം, അതിന് സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഗതാഗത വകുപ്പൊക്കെ ആയിരിക്കും ഷിബു ബേബി ജോൺ നോക്കുക. അതിന് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ഗണേശ് നോക്കിയിരുന്ന വകുപ്പാണല്ലോ. പിന്നെ ആകെ ഇപ്പോഴത്തെ കാലത്ത് ഗതാഗതം നോക്കാൻ സാധ്യത കുറവാണ്. അത് കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കാനും സാധ്യത. അതിന് കാരണം ഇപ്പോൾ വനിതകൾക്ക് സൗജന്യമായിട്ട് ബസ്സിൽ യാത്ര തീരുമാനിച്ചു. ഇത് UDF കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പിലെടുത്താൻ ഒരിക്കലും ഷിബു ജോണിന് താല്പര്യം ഉണ്ടാവില്ല, ബേബി ജോണിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഗതാഗത വകുപ്പ് മാറും, ഗതാഗത വകുപ്പ് ഒരു മുൾക്കിരീടായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും കോൺഗ്രസിന് താല്പര്യമില്ലാത്ത ഏതെങ്കിലും കോൺഗ്രസ്സുകാരനുണ്ട്, അത് മാത്യു കുഴൽനാടന് കിട്ടുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അതിന് വളരെ സാധ്യതയുണ്ട്. കാരണം മാത്യുവിനെ പോലെ വിനോദിനെ പോലെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത ആരെയെങ്കിലും ഈ പറയുന്ന KSRTCയുടെ ചുമതല ഏൽപ്പിക്കാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ അവർ അതിന് മുകളിൽ കിടന്ന് കൈകാലിട്ട് അടിച്ചോളൂ. വലിയ സൗകര്യം അത്. മറ്റൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അതെ, അവിടെ പിന്നെ ശമ്പളം കൊടുക്കുന്ന പ്രശ്നമില്ല, പെൻഷൻ കൊടുക്കുന്ന പ്രശ്നമില്ല, കൃത്യമായിട്ട് ട്രിപ്പുകൾ ഓടുന്ന പ്രശ്നമില്ല. മിക്കവാറും വണ്ടികളൊക്കെ കട്ടപ്പുറത്ത് അവിടെ കയറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകമായൊരു സാഹചര്യമാണ് KSRTCക്കുള്ളത്. അപ്പോൾ ഒരു ദയനീയമായിട്ടുള്ള വകുപ്പായിട്ട് KSRTC കൊണ്ടുപോകുന്ന കാര്യത്തിൽ അപ്പോൾ ആ മന്ത്രിയുടെ പാഴ്വേലയാണെന്ന് പറഞ്ഞാൽ മതി, മന്ത്രിയുടെ കഴിവേടാന്ന് പറഞ്ഞാൽ മതി. പിന്നത്തെ ഇലക്ഷന് ഗുണം കിട്ടുന്നില്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രി പിന്നെ ഒരിക്കലും ജയിച്ചു വരില്ല. പണ്ട് നമുക്ക് നല്ല അനുഭവം, പോൾ പി മാണി ഭക്ഷ്യവകുപ്പ് മന്ത്രി മറ്റായത്, ആ സമയത്ത് ഒരുപാട് കഞ്ഞി വീഴ്ത്തൽ കേന്ദ്രങ്ങൾ തുടങ്ങി. ഉടനെ കരുണാകരൻ പുള്ളിക്കൊരു പേരിട്ട് കഞ്ഞിമന്ത്രി എന്നാണ് പേരിട്ടത്. പിന്നെ അതിനുശേഷം കഞ്ഞിമന്ത്രി അവിടെ ഇന്ന് ഇലക്ഷൻ മത്സരിച്ചു, കഞ്ഞിമന്ത്രി തോറ്റുപോയി ഇലക്ഷനിൽ. ഈ പറയുന്ന കരുണാകരൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ് ഇന്ന് കോൺഗ്രസ്സിൽ പലരും. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം.
ഒരാളെ തോൽപ്പിക്കുന്ന എന്ത് വേണം? സ്പീക്കറാക്കണോ, KSRTC മറ്റേ മന്ത്രിയാക്കണോ? ഇതൊക്കെ അവർക്ക് നല്ല നിശ്ചയമുണ്ട്. അപ്പം അങ്ങനെ താല്പര്യമില്ലാത്ത എല്ലാവർക്കും ഈ തരത്തിൽ സ്പീക്കർ സ്ഥാനമോ അതേപോലെ തന്നെ KSRTC മന്ത്രിസ്ഥാനമോ ഒക്കെ കൊടുത്ത് അവരെ ഇട്ട് ക്ഷാമ വരപ്പിക്കാനുള്ള വലിയൊരു പരിശ്രമം ഇത്തവണ ഈ മന്ത്രിസഭയുടെ രൂപീകരണത്തിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ്.